ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ഇടയൻ ഞായർ. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം യേശുവിനെ ആടുകളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ലിടയനായി അവതരിപ്പിക്കുന്നു. മറ്റ് സുവിശേഷങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മറ്റ് പലയിടങ്ങളിലും ഇടയനെന്ന ആശയം സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇതിനൊരു ഉദാഹരണമാണ്. അവിടെ സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. സ്നേഹവാനായ ദൈവം തൻ്റെ ജനവുമായുള്ള ബന്ധത്തെ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം പോലെയാണ് തിരുവചനത്തിൽ ചിത്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്തു തന്നെ തന്നെ ഒരു ഇടയനായും ജനങ്ങളെ ആടുകളുമായി കാണുന്നത്? കൂലിക്കാരും കവർച്ചക്കാരും ചേർന്ന് തൻ്റെ ജനത്തിൻ്റെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ യാഥാർത്ഥ്യവാദത്തിലൂടെ യേശു തന്നെ തന്നെ നല്ലിടയനായി അവതരിപ്പിക്കുന്നു. ആടിൻ്റെ ചൂടറിയുന്ന, ഗന്ധമറിയുന്ന, അവയുടെ വിശപ്പും ദാഹവും തിരിച്ചറിയുന്ന ആത്മാർത്ഥതയുള്ള ഇടയൻ. യേശുവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നവനല്ല നല്ല ഇടയൻ. നല്ല ഇടയൻ്റെ ചിത്രം വളരെ ഭംഗിയുള്ളതും ആകർഷകവുമായി യേശു വരച്ചു ചേർക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം: എവിടെയാണ് ഇതുപോലെ ആടുകൾക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറാവുന്ന ഒരു ഇടയൻ ഉണ്ടാവുക? എന്നാൽ സ്വമനസാലെ തൻ്റെ ജീവിതം മനുഷ്യരുടെ രക്ഷയ്ക്കായി ബലിയർപ്പിക്കാൻ തയ്യാറാവുന്ന ദൈവപുത്രൻ്റെ ജീവിതം മുന്നിലുള്ളപ്പോൾ നല്ല ഇടയൻ ഒരിക്കലും വ്യർത്ഥമല്ലെന്ന് നമുക്ക് തിരിച്ചറിയാം. ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ആലയിലേക്ക് ഒരു ഗണമായി നയിക്കുവാനാണ് അവൻ സ്വയജീവൻ നൽകിയത്. ദൈവജനത്തെ മനസ്സിലാക്കുന്ന, അവരെ പേര് ചൊല്ലി വിളിക്കുന്ന, അവർക്ക് മുൻപേ നടക്കുന്ന, ഏത് ബുദ്ധിമുട്ടേറിയ മരണത്തിൻ്റെ താഴ്വരയിലൂടെയും ദൈവത്തിൻ്റെ അജഗണത്തെ നയിക്കാൻ പോന്ന, അവർക്കായി ജീവനേകുന്ന നല്ലിടയനാണവൻ. അവൻ്റെ സ്വരം തിരിച്ചറിയുന്ന ഒരു ദൈവജനവുമായി തുടരുവാനുള്ള ഒരു ക്ഷണം കൂടി യേശു നമുക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അജഗണം എന്ന നിലയിൽ ദൈവം നിയോഗിച്ച നല്ലിടയന്മാരുടെ സ്വരം തിരിച്ചറിയുവാനും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നല്ലിടയനായ യേശുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.